കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സമയം രാത്രി 10:33. ഞാനിപ്പോൾ തിരുവനന്തപുരം RCC അതിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന വാടകയ്ക്കെടുത്ത റൂം, ആ റൂമിലാണ് ഞാനിപ്പോഴായിരിക്കുന്നത്. ദയവായിട്ട് ഞാനിവിടെ വരാനുള്ള കാര്യങ്ങളും ഒക്കെ ദയവായിട്ടൊന്ന് കേൾക്കണേ. കർത്താവ് ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ. ഈ മോൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ മോൻ്റെ വിവരങ്ങളെക്കുറിച്ച്, ഈ നിഷ്കളങ്കമായ ഈ മോൻ്റെ വിവരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ദേവദാസൻ സംസാരിക്കും. അരുൺ രാജ് പാസ്റ്റർ, ദയവായിട്ട് കേൾക്കണേ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കാരേറ്റ് AG ചർച്ചിലെ, കാരേറ്റ് ടൗണിലുള്ള AG ചർച്ച്, അരുൺ രാജ് എന്നാണ് പേര്. അരുൺ രാജ് എന്നാണ്. കാരേറ്റ് ടൗൺ AG ചർച്ചിലെ പാസ്റ്ററാണ്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് അവിടെ എത്ര പേരൊക്കെ ഉണ്ട്? ആരാനിക്ക് എത്ര പേര്? അവിടെ ഞങ്ങൾക്കിപ്പോൾ ഒരു 10-15ഓളം പേര്. ഞങ്ങൾ ചെല്ലുമ്പോൾ ചർച്ച് മൊത്തം തകർന്നിടക്കുന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളൊന്ന് ഇപ്പോൾ ഒന്ന് കരകയറി സഭയിൽ കുറച്ച് ആൾക്കാരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്ന് അറിഞ്ഞ് ചർച്ച് ഒന്നുകൂടെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, വിഷയം പറഞ്ഞോളൂ. 2 ആഴ്ചക്ക് മുമ്പ് മോർണിങ്ങിന് ഒരു ബ്ലഡ് ടെസ്റ്റിൽ അവൻ്റെ HB കൗണ്ട് കുറവാണ്, 5 ഉള്ളൂ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എടുത്തു. സോ അത് അനലൈസ് ചെയ്ത് നോക്കിയാൽ ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെ RCCയിലോട്ട് കൊണ്ടുവന്നു. അന്ന് തന്നെ അവർ ഉച്ചയോടുകൂടി അഡ്മിറ്റ് ആക്കി. ബ്ലഡ് ഒത്തിരി കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് മുതൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളിങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി ക്രൈസിസിലൂടെയാണ് ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ കടന്നുപോയത്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് കടന്നുപോയത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസം വന്നു. ഒത്തിരി സാമ്പത്തികമൊന്നും കരുതിയല്ല ഇവിടെയും വന്നത്. മോർണിങ്ങിന് ഒരു പ്രയാസം എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ബുധനാഴ്ച ഞങ്ങളിവിടെ അഡ്മിറ്റായി. വ്യാഴാഴ്ച എൻ്റെ ഒരു കാറുണ്ടായിരുന്നു. ഞങ്ങൾ ലോൺ എടുത്ത് മാരേജ് കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചൊരു കാറുണ്ടായിരുന്നു, ഒരു ഓൾട്ടോ. ആ കാറ് സെയിൽ ചെയ്തു. അതിൻ്റെ ലോൺ എമൗണ്ട് എല്ലാം പോയിട്ട് ഒരു 80,000 രൂപയോളം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞങ്ങൾ ആദ്യത്തെ ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അഡ്മിഷൻ്റെ ദിവസങ്ങൾ തന്നെ നല്ലൊരു തുക ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറി. പിന്നെ ഇങ്ങോട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പലരിൽ നിന്നും കടം മേടിച്ചും അല്ലാതെയും പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 10 ലക്ഷം രൂപയായി. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം മുകളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി. അതിലല്പം കടമുണ്ട്. ചിലരൊക്കെ സ്നേഹിതന്മാരൊക്കെ സഹായിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 6 മാസത്തോളം ഇവിടെ നിന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ. ഇത് ഒരു വാടക മുറിയാണ് അല്ലേ? ഒരു എത്ര ഇതിന് മാസ വാടക? ഇതിന് 7,000 രൂപയോളം മാസം. ഒറ്റ റൂമേ ഉള്ളൂ. ഒറ്റ റൂം. ഇതാണ് ഇതിനകത്ത് അവർ താമസിക്കുന്നത്. ഈ സൗകര്യത്തിലാണ്. മോന് ഇതാണ്, കുഞ്ഞിതാണ്. ഓക്കെ. അപ്പോൾ 6 മാസത്തോളം ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മുതൽ 8 മാസം വരെ പോകാം. ഇതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷനോ വേറെ ബുദ്ധിമുട്ടുകളും വന്നില്ലെങ്കിൽ 6 മാസത്തിനകത്ത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയും. ശേഷം 2.5 വർഷത്തോളം നമുക്ക് മെഡിസിൻസ് ഉണ്ട് മോന്. ഇനി 2.5 വർഷം എല്ലാ മാസവും ഇവിടെ വന്ന് മെഡിസിൻസ് എടുക്കണം. ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാ മാസവും. കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 കീമോ ഇപ്പോൾ കഴിഞ്ഞു. നാളെ ഒരു കീമോ നട്ടലൊരു ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. 3 ട്രീറ്റ്മെൻറ്റാണ് മോനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സംസാരിച്ചോളൂ. ഈ ഗുളിക കൊടുക്കുന്നുണ്ട്, 2 ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, 3 ഡ്രിപ്പ് വഴി അവന് മരുന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. 3 കുപ്പിയോളം ബ്ലഡ് ഇപ്പോൾ അടച്ചു, 1 പ്ലേറ്റ്ലെറ്റ് അടച്ചു. അതിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ നമ്മുടെ ശുശ്രൂഷന്മാർ, സ്നേഹിതന്മാരൊക്കെ ചേർന്നാണ് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചത്. പല രീതിയിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വാടക 1 മാസമാകുമ്പോൾ അത് കൊടുക്കാനുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ചിലവ്, ഞാനും ഇപ്പോൾ ചർച്ച എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവണം. ഞായറാഴ്ച എമർജൻസി ആയിട്ട് പോയി 1 മണിക്കൂർ ഒന്ന് ആരാധന നടത്തിച്ചൊക്കെ വരാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഇവിടെ നിൽക്കുന്ന ചിലവുകളുണ്ട്. ബാക്കി മോൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഓക്കെ. ഏത് ബാങ്കിലാണ് അക്കൗണ്ടൊക്കെ ഉള്ളത്? യൂണിയൻ ബാങ്കിലാണ്. യൂണിയൻ ബാങ്കിലാണ്. ഓക്കെ. ഏത് പേരാ കിടക്കുന്ന ബാങ്കിൽ? രാജ് എന്നാണ് പാസ്റ്റർ പേര്. എൻ്റെ പേരിലാണ് കിടക്കുന്നത്. ഓക്കെ. ബ്രാഞ്ച് ഏതാ? നെടുമങ്ങാട് ബ്രാഞ്ച്. പ്രിയമുള്ളവരെ, ഇതാണ്
നമ്മുടെ കുഞ്ഞു മോൻ്റെ പേര് ജെറമ്യ. ജെറമ്യ. എൻ്റെ നിഷ്കളങ്കമായിരിക്കുന്ന മുഖം നമ്മൾ കണ്ടില്ലേ. കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞ് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾ കുഞ്ഞിന് നൽകുകയും ചെയ്യണം. നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും, പ്രത്യേക സാമ്പത്തികം കൂടി ഇല്ലെങ്കിൽ അതിനുവേണ്ടി അവരുടെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ കണ്ട് ഈ കുഞ്ഞിനെ സഹായിക്കണം. നമുക്ക് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടേണ്ടത് ഈ സമയമാണ്. നമ്മളിലൂടെയാണ് കർത്താവ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മളിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമുക്ക് പൂർണ്ണമായൊരു സൗഖ്യം പ്രിയ കുഞ്ഞിനുണ്ടാകണം. പ്രത്യേകം പ്രാർത്ഥിക്കണം. കുഞ്ഞ് പൂർണ്ണ സൗഖ്യം കൃത്യമായിട്ട് ചികിത്സ കുഞ്ഞിന് ലഭിച്ചാൽ, നേരത്തെ ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നതാണ്, പൂർണ്ണമായി സുഖമാകുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണം. പക്ഷേ കൃത്യമായ ചികിത്സ എല്ലാം നൽകിയെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പക്ഷേ ഒരു കീമോയ്ക്കൊക്കെ എത്ര രൂപ വരുന്നുണ്ട്? ഇപ്പോൾ ലാസ്റ്റ് ശനിയാഴ്ച ഞങ്ങളൊരു കീമോ എമർജൻസി ആയിട്ട് എടുത്തായിരുന്നു. അത് വെളിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ് രാത്രി 8 മണിക്കാണ് ആ കീമോ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തുനിന്ന് എടുത്തേ പറ്റത്തുള്ളായിരുന്നു എമർജൻസി. അതിന് ഏകദേശം 15,000 രൂപയോളം. 15,000 രൂപ എന്നല്ലേ? അപ്പോൾ എത്ര നാൾ എടുക്കേണ്ടി വരും ഇത് കീമോ? 6 മാസത്തോളം കീമോ ഉണ്ടെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഒരു കീമോയ്ക്ക് 15,000 രൂപ. അങ്ങനെ 6 മാസം എടുത്തെങ്കിലേ പറ്റുകയുള്ളൂ. എടുത്തേ പറ്റത്തുള്ളൂ. അതിലകത്തുനിന്ന് കിട്ടുന്നത് കൊണ്ട് വെളിയിൽ നിന്ന് എടുക്കേണ്ടിയും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 തരത്തിലുള്ള മെഡിസിൻസും ഉണ്ട്. ഓക്കെ. പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഈ ദിവ്യാസനെ ഓർത്ത്, ഈ കുടുംബത്തെ ഓർത്ത്, ഈ കുഞ്ഞിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ. കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.